ഹലോ നമസ്കാരം. എല്ലാ PVC മെറ്റ പാർട്ട്നേഴ്സിനും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ ടോക്കൺ സ്റ്റാക്കിംഗ് പേജിൻ്റെ അകത്ത്, സീഡ് ഫണ്ടിങ് പേജിൻ്റെ അകത്ത് ടോക്കൺ സ്റ്റാക്കിങ്ങിൽ ഡെയിലി വരുന്ന റിവാർഡ് നമുക്കിപ്പോൾ 100 PVC മെറ്റ വിഡ്രോ ചെയ്ത് നമ്മുടെ കണക്റ്റഡ് വാലറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നിലവിൽ സിസ്റ്റം തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് വിഡ്രോ ചെയ്ത് നമ്മുടെ കണക്റ്റഡ് വാലറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇത് ഹോം പേജാണ്. ഹോം പേജിൻ്റെ അകത്ത് നമുക്ക് മിനിമം 100 PVC മെറ്റ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സൈറ്റിൻ്റെ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മിനിമം 100 PVC മെറ്റ നമ്മുടെ കണക്റ്റഡ് വാലറ്റിൽ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യമുള്ളത് BNB ആണ്. നമ്മുടെ ഗ്യാസ് ഫീസ് ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള BNB ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സേഫ് പാൽ വാലറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴെ എക്സ്പ്ലോർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതേസമയം നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് ബിറ്റ്ഗേറ്റൊക്കെ എല്ലാം ആണെങ്കിൽ ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എക്സ്പ്ലോർ എന്നുള്ള ഭാഗം ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. നമ്മളവിടെ നമ്മുടെ സീഡ് ഫണ്ടിങ്ങിൻ്റെ പേജിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് tokenstacking.io എന്നാണ്. ഞാനിവിടെ ഇത് ഫേവറേറ്റ് ഓൾറെഡി ഇത് സേവ് ചെയ്തേക്കുന്നതിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. tokenstacking.io എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഞാനിവിടെ tokenstacking.io എന്ന് അടിച്ചപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ നെറ്റ്വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ PVC മെറ്റൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് BNB സ്മാർട്ട് ചെയിനാണ്. ഈ BNB സ്മാർട്ട് ചെയിനാണ് നമ്മുടെ വർക്ക് ചെയ്യുന്ന ചെയിൻ. ഇപ്പോൾ ഓൾറെഡി ഇതിപ്പോൾ കിടക്കുന്നത് ഇവിടെ നെറ്റ്വർക്ക് സെലക്ട് ആയിട്ട് കിടക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയാൽ കാണാം, പച്ച ടിക്ക് കിടക്കുന്നത് എത്തേറിയത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എത്തേറിയത്തിൽ ടിക്കായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ഓപ്പൺ ആവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഈ BNB നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ BNBയുടെ നേരെ ഫ്രണ്ടിൽ ആ ടിക്ക് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ BNB സ്മാർട്ട് ചെയിനിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ BNB സ്മാർട്ട് ചെയിൻ്റെ അകത്തേക്ക് ഓപ്പണായി വരും. നമ്മുടെ പേജിൻ്റെ അകത്തേക്ക് ഓപ്പൺ ആവും. ഓക്കെ, നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് ഇനി ഇവിടെ കണക്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ കണക്ട് കൊടുത്ത സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള 6 പിൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മുടെ വാലറ്റ് സ്റ്റാറ്റസ് ബോർഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഡീം ചെയ്യാനായിട്ട് നമ്മൾ പോകേണ്ടത് റിവാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്താണ്. അതിനിപ്പോൾ നമുക്ക് 2 രൂപത്തിൽ എടുക്കാൻ പറ്റും. ഒന്ന് ഏറ്റവും താഴെ കാണുന്ന റിവാർഡ് സ്റ്റാറ്റസിൻ്റെ അകത്തുനിന്ന് ഓപ്പൺ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെനു ബാർ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം, മെനു ബാർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ 3 ലൈന്, ഈ 3 ലൈനിൽ ടച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ റിവാർഡ് സ്റ്റാറ്റസ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വാലറ്റ് അഡ്രസ്സാണ്. അതിൻ്റെ ആദ്യത്തെ കുറച്ച് ലെറ്ററും ലാസ്റ്റത്തെ ലെറ്ററുമാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ യൂസർ ID. ഇത് എല്ലാവരും സേവ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ യൂസർ ID ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഈ മെനു ബാർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ വന്നതിൻ്റെ അകത്ത് റിവാർഡ് സ്റ്റാറ്റസ് എടുക്കുക. റിവാർഡ് സ്റ്റാറ്റസ് എടുത്തു കഴിയുന്ന സമയത്ത് നമുക്കിവിടെ വരുന്നത് ഇതുപോലെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോക്കൺ സ്റ്റാക്കിങ് കാണാൻ പറ്റും, വാലറ്റ് സ്റ്റാക്കിങ് കാണാൻ പറ്റും. എനിക്കിവിടെ ഇപ്പോൾ ഓൾറെഡി ടോക്കൺ സ്റ്റാക്കിങ്ങിൻ്റെ അകത്ത് നമ്മുടെ റിവാർഡ് കിടക്കുന്നത് 1633 PVC മെറ്റ നമ്മുടെ ഇവിടെ ഓൾറെഡി റിവാർഡ് വന്ന് കിടക്കുന്നുണ്ട്. അത് ഡെയിലി വരുന്ന റിവാർഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. 11-ാം തീയതി 10-ാം തീയതി എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 1633. അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ട് താഴെ തന്നെ റെഡീം എന്നുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് റെഡീം ചെയ്യുക. റെഡീം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബോക്സ് വരും. അപ്പോൾ ആ ബോക്സിൻ്റെ അകത്ത് ചൂസ് റെഡീം ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻ വരും. നമ്മളത് സ്റ്റാക്കിങ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ടോക്കൺ സ്റ്റാക്കിംഗ് ടു സ്റ്റേക്ക് എന്നുള്ളത് എടുക്കാം. അതല്ല നമ്മൾ വിഡ്രോ ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള വിഡ്രോവൽ ടു ഗെറ്റ് PVC മെറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ടു റെഡീം എന്നുള്ള ഈ നീല കളർ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാക്സ് അടിച്ചു കൊടുക്കുക. നമുക്ക് 100 നമുക്ക് ഇപ്പോൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിനുശേഷം റെഡീം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെ തന്നെ റെഡീം കിടക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ 6 പിൻ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ BNB ഗ്യാസ് ഫീസിനുള്ള കൺഫേം ലെറ്റർ വന്നിട്ടുണ്ട്, അത് കൺഫേം കൊടുക്കുക.
ഓക്കെ, നമുക്കിവിടെ ഫിംഗർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാത്ത ആളുകളാണെങ്കിൽ പിൻ നമ്പർ ആയിരിക്കും അത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ട്രാൻസാക്ഷൻ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ദ റിക്വസ്റ്റ് ടു റിഡീം സ്റ്റേക്കിംഗ് റിവാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഓക്കെ കൊടുക്കാൻ മറക്കരുത് ഒരു കാരണവശാലും. ഓക്കെ, അത് കൃത്യമായിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേജിലേക്ക് വീണ്ടും റിട്ടേൺ വരുന്നതാണ്. അപ്പോൾ അതിവിടെ തൊട്ട് താഴെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ വിഡ്രോ ചെയ്തതിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡേറ്റ് നോക്കിയാൽ കാണാം, 11 സെപ്റ്റംബർ 2025. നമ്മളിവിടെ 100 PVC വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കണക്റ്റഡ് വാലറ്റിൽ വരുമ്പോൾ 95 PVC ആണ് നമുക്ക് വരുന്നത്. നമ്മളിവിടെ 100 നമ്മളിത് കട്ട് ചെയ്യണമെങ്കിൽ 95 നമുക്ക് വരുന്നത്. 5 PVC സിസ്റ്റമായിട്ട് ചാർജായിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളത് വിഡ്രോ ചെയ്ത് എടുക്കുന്നത്. ഈ വിഡ്രോ ചെയ്ത സാധനം നമ്മുടെ കണക്റ്റഡ് വാലറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് വരും. അത് മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ നമുക്കിവിടെ സീഡ് ഫണ്ടിങ്ങിൻ്റെ അകത്താണെങ്കിൽ 2ൻ്റെ അന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പരമാവധി നിങ്ങൾ ഇത് റെഡീം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ കണക്റ്റഡ് വാലറ്റിൻ്റെ അകത്ത് എത്ര PVC ഉണ്ടെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ റെഡീം ചെയ്തെടുക്കുന്നത്. കണക്റ്റഡ് വാലറ്റിൻ്റെ അകത്തേക്ക് റെഡീം ചെയ്ത് കൊണ്ടുവരുന്നത്, അതായത് വിഡ്രോ ചെയ്ത് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർക്കും നമ്മളിത് അയച്ചു കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് ഏത് കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും നമ്മളെപ്പോഴും അതിനകത്ത് ലോഗൗട്ട് ചെയ്യാനായിട്ട് മറന്നു പോകാതിരിക്കുക. ലോഗൗട്ട് ചെയ്ത് പുറത്തു പോവുക. ഓക്കെ, ലോഗൗട്ട് ചെയ്ത് നമ്മൾ ഇത് ലോഗൗട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ബാക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് അടിച്ചാൽ അത് പോകില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ഒരു റൗണ്ടിൻ്റെ അകത്തൊരു ക്രോസ് ഇട്ടിട്ടുള്ളൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് ശേഷം നമുക്ക് ബാക്ക് അടിച്ച് നമ്മുടെ ഹോം പേജിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം PVC ഇപ്പോൾ എത്രയാണോ ഉള്ളത് നോക്കുക. അതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ 95 PVC കൂടി ഇവിടെ ആഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ എത്ര BNB എത്ര എടുത്തിട്ടുണ്ടെന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ BNB ഒന്ന് ടച്ച് ചെയ്താൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്നത്തെ ഡേറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ട്രാൻസാക്ഷൻ 2 മിനിറ്റ് മുമ്പ് ട്രാൻസാക്ഷൻ നടന്നാൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് 1 ഡേ എന്ന് കാണിക്കും. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് എഴുതി കാണിക്കും, ഏത് ഡേറ്റിലാണ് ചെയ്തേക്കണം എന്നുള്ളത് കാണിക്കും. നിങ്ങളുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 5/9 നമ്മൾ നെറ്റ്വർക്ക് ഫീസ് കട്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ BNB ചാർജ് പോയതെല്ലാം ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാണ് നമ്മുടെ വിഡ്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആവശ്യക്കാർ അത്യാവശ്യമുള്ളത് വിഡ്രോ ചെയ്തെടുക്കുക. സീഡ് ഫണ്ടിങ്ങിലുള്ളതുപോലെ തന്നെ ടോക്കൺ ഫാമിങ്ങിൽ നമുക്ക് നിലവിൽ വിഡ്രോവൽ അവൈലബിൾ ആണ്. അത് നമ്മൾ പരമാവധി വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.